ധരാലിയിൽ ഇന്നും തിരച്ചിൽ തുടരും. 100-ലധികം പേരെ ഇപ്പോഴും കാണാനില്ല എന്നത് തന്നെയാണ് നിഗമനം. 4 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കാണാതായ സൈനികൾ 2 പേരെ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. PR സുനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും. ഏതായാലും ഇപ്പോൾ സൈനികരെയൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. നിരവധി സൈനിക വാഹനങ്ങൾ അവിടെയുണ്ട്. അവർക്കൊന്നും തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ റോഡ് തകർന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി കൂടുതൽ സൈനികരൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് എത്തുക എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ ധാരാലി മേഖലയിലെ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. തൊട്ടടുത്ത് ഹർഷിൽ മേഖലയിൽ ആർമി ക്യാമ്പുണ്ട്. അവിടെ നിന്നുള്ള സൈനികരെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ NDRFന്റെയും SDRFന്റെയും ഒക്കെ തന്നെ സൈനികരെത്തി ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ റോഡ് തകർന്നു പോയത് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ്. സർ ആകെ नहीं जा सकता है ना? हाँ जी, आगे आप सिचुएशन देख ही रहे हैं खुद ही कि आगे जो है 100-150 मीटर जो है रोड बिल्कुल नीचे धस गया है. क्या सोल्यूशन सर इसका? सोल्यूशन तो जब बड़ी हैवी मशीनें आएंगी उसके बाद ठीक होगा. तो उसके बाद बट रोड पूरा नीचे गिर गया तो कैसे? खुद ही देख रहे हैं नीचे गिरा हुआ है. आपको तो खुद ही मालूम है नीचे पूरा धसा हुआ है. तो गाड़ी चलने के लिए बहुत टाइम लगेगा. हाँ जी. അതാണ് ഈ റോഡ് ഇനി ഒരു സാധാരണ നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു വാഹനം കടന്നു പോകുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അതിനെന്താണ് മാർഗം എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ആലോചിക്കുന്നത്. വലിയ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് JCB പോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്ന് കൂടുതൽ മണ്ണൊക്കെ ഇട്ട് ഇവിടെ ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു റോഡ് നിർമ്മിക്കാനുള്ള ഒരു ശ്രമമാണ് തൽക്കാലം ഇപ്പോൾ ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ റോഡ് അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുകയാണ്. അതായത് ഈ റോഡിന്റെ കൈവരിയാണ് ആ താഴെ കിടക്കുന്നത്. ഇവിടെയുണ്ടായിരുന്ന കൈവരിയാണ് താഴേക്ക് ഇടിഞ്ഞ് താണിരിക്കുന്നത്. അപ്പോൾ റോഡ് തന്നെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് താണുപോയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഇനി മണ്ണിട്ട് മൂടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മണ്ണിടിച്ച് ഇവിടെ കിടുകയൊക്കെ ചെയ്തു വേണം ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കാൻ. അതിനുശേഷം മാത്രമേ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുകയുള്ളൂ. അതുവരെ തൽക്കാലം ഈ ധാരാലി മേഖലയിലെ രക്ഷാപ്രവർത്തനം അവിടെ നിന്ന് ആളുകളെ ആശുപത്രികളിലൊക്കെ തന്നെ എത്തിക്കണമെങ്കിൽ വായുമാർഗം മാത്രമേ ഇനി രക്ഷയുള്ളൂ. ഏതായാലും റോഡ് മാർഗമുള്ള രക്ഷാപ്രവർത്തനത്തിന് തൽക്കാലം ഇതൊരു വലിയ തടസ്സമായി മാറുകയാണ്. അപ്പോൾ സൈനികരൊക്കെ തന്നെ എത്തി ഇതെങ്ങനെ പരിഹരിക്കാം എന്നത് ഇപ്പോൾ ആലോചിക്കുകയാണ്. നിരവധി സൈനിക വാഹനങ്ങൾ ഇപ്പോൾ ധാരാലി മേഖലയിലേക്ക് ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിനിടയിൽ ഇപ്പോൾ ഈ റോഡ് ഇടിഞ്ഞ് താണത് അവർക്ക് വലിയ പ്രതിസന്ധിയായിരിക്കുന്നു. അവരുടെ യാത്രയ്ക്ക് തടസ്സമായിരിക്കുന്നു. നമ്മളും ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ്. നമ്മൾ ഇവിടേക്ക് വരുന്ന വഴിയിലൊക്കെ തന്നെ ഇതേ സമാനമായൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു വാഹനത്തിനൊക്കെ കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു വാഹനത്തിനെന്നല്ല ഒരു മോട്ടോർ ബൈക്കിന് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡ് തന്നെ പൂർണ്ണമായി തകർന്ന് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു. അതാണ് ഉത്തരാഖണ്ഡിലെ നേർചിത്രം. PR സുനിലും നന്ദു പേരാമ്പ്രയും ബട്ട്വാടിയിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, യാത്ര ദുഷ്കരം തന്നെയാണ്. അപകടം ഉണ്ടായ സ്ഥലത്തേക്ക്, ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഇനി ദൂരം ബാക്കിയുണ്ടെന്നറിയാം. അവിടെ ഏതാണ്ട് ഗതാഗതമൊക്കെ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഇന്നിപ്പോൾ കൂടുതൽ ഹെലികോപ്റ്ററുകളൊക്കെ എത്തിച്ച് തിരച്ചിൽ നടത്തുക എന്ന നിലയിലേക്കാണ് പോകുന്നത് അല്ലേ? വിനീത, തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഈ യാത്ര എത്രത്തോളം ഭീകരമാണ് എന്നത്. നമ്മൾ ഈ പിന്നിട്ട യാത്രാ വഴികളിലൊക്കെ തന്നെ കണ്ട കാഴ്ച എന്നത് വലിയ വലിയ പാറക്കല്ലുകളൊക്കെ തന്നെ റോഡിൽ വീണ് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനിടയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് ഇവിടേക്ക് എത്തിയത്. നമ്മളിപ്പോഴുള്ള ഈ ബട്ട്വാടിയിൽ നിന്ന് 49 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് ഈ ധാരാലി മേഖലയിലേക്ക്. അവിടെയാണ് ദുരന്തം നടന്നത്. ഇപ്പോഴും 100-ലധികം ആളുകൾ മണ്ണിനടിയിലുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. തൊട്ടടുത്ത് ഹർഷിൽ മേഖലയാണ്. വളരെ മനോഹരമായ ഒരു ഭൂപ്രകൃതിയുള്ള ഒരു പ്രദേശമാണ് ഹിമാലയൻ മേഖലയിലെ. ഇത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ആപ്പിൾ തോട്ടങ്ങളുള്ള മേഖലയാണ്. അപ്പോൾ വളരെ മനോഹരമായ ഈ ഒരു പ്രദേശത്ത് സഞ്ചാരികളൊക്കെ തന്നെ ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആ ഒരു മേഖലയിലാണ് പ്രത്യേകിച്ച് ഈ ധാരാലി വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ തന്നെ ഒരുപാട് ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒരു നല്ല മനോഹര
മനോഹരമായ ഒരു താഴ്വരയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയ ഒരുപാട് പേർ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. സൈന്യം ഇറങ്ങിയിട്ടുണ്ട്, കരസേന വന്നിട്ടുണ്ട്. വായുമാർഗം മാത്രമേ ഇനി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ പരിക്കേറ്റവരെയൊക്കെ തന്നെ ആശുപത്രികളിൽ എത്തിക്കണമെങ്കിൽ റോഡ് മാർഗമുള്ള അവസ്ഥയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഈ ധാരാലി മേഖലയിലേക്ക്, ഹർഷിൽ മേഖലയിലേക്ക് ഈ ഏക റോഡാണിത്. ആ റോഡാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, NDRFന്റെ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നിരവധി സൈനിക വാഹനങ്ങളും രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളും ഒക്കെ തന്നെ ഈ റോഡിൽ നിരന്നു നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അല്പസമയം മുമ്പാണ് ഈ റോഡ് ഇതുപോലെ ഇടിഞ്ഞ് താഴേക്ക് പോയത്. ഈ ഹിമാലയൻ ടെറൈനിലൊക്കെ തന്നെ നല്ല മഴയുണ്ടാവുന്ന സമയങ്ങളിൽ മണ്ണിടിച്ചിലും റോഡ് തകരലുമൊക്കെ തന്നെ പതിവ് സംഭവമാണ്. ഏതായാലും ഇപ്പോൾ ഒരു വലിയ രക്ഷാ ദൌത്യത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ റോഡ് തകർന്നിരിക്കുന്നത്. ഇനി ഈ റോഡ് നന്നാക്കി വേണം സൈനിക വാഹനങ്ങൾക്കൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ, മറ്റു വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ആംബുലൻസുകൾക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ആ റോഡ് തന്നെ തകർന്നു പോയിരിക്കുന്ന ഏക റോഡാണുള്ളത്. ആ റോഡ് തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ആ റോഡ് എത്രയും പെട്ടെന്ന് അവിടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന പാകത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയാണ്. ഇപ്പോഴും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ തന്നെ വലിയ മഴയായിരുന്നു. മഴയും ഒപ്പം തന്നെ റോഡിലൊക്കെ തന്നെ വലിയ കുത്തൊഴുക്കുമൊക്കെയായിരുന്നു. അതുകൊണ്ട് ഭീകരമായൊരു അന്തരീക്ഷമാണ് കാലാവസ്ഥയെ സംബന്ധിച്ച് ഇവിടെയൊക്കെ തന്നെ ഉള്ളത്. ഏതായാലും എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും 100-ലധികം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ തിരച്ചിലുകൾ തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ആദ്യം കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്കറിയാം, വെള്ളം കുത്തിയൊലിച്ച് വരുമ്പോൾ അവിടെ ഒരു വലിയ ഗ്രാമമുണ്ട്, ഒരുപാട് വീടുകൾ കാണാം. അതെല്ലാം തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലാണ്. അവിടെയൊക്കെ തന്നെ ഒരു ചെളിക്കൂമ്പാരമായ അവസ്ഥയാണ്. അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ ഇനി ആളുകളെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമായ മാർഗമല്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയൊരു രക്ഷാ ദൌത്യം തന്നെയാണ് അവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ വായുമാർഗം ഇനി രക്ഷാപ്രവർത്തകരെയൊക്കെ തന്നെ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്തുന്നത്. അപ്പോഴും ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് കാലാവസ്ഥ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇപ്പോഴും പ്രതികൂല കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഹെലികോപ്റ്ററുകൾക്കൊക്കെ തന്നെ പറക്കാൻ കഴിയാത്ത ഗുരുതരമായ കാലാവസ്ഥാ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുമൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുക എന്നതൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും 2013 ഉത്തരാഖണ്ഡിലുണ്ടായ വലിയ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വലിയ മിന്നൽ പ്രളയം, അന്ന് 6000-ലധികം ആളുകളുടെ ജീവനാണ് അന്നവിടെ നഷ്ടമായത്. ആ ഒരു ദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ ധാരാലി ഗ്രാമത്തിൽ, വിനോദസഞ്ചാരികളുടെ പറുദീസ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ധാരാലി ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വിനീത.